നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിൽ വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂർ പയ്യന്നൂരിൽ നടന്നു. പുസ്തക പ്രകാശനം ജോസഫ് സി മാത്യു നിർവഹിച്ചു. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രൂക്ഷ വിമർശനം. തെറ്റ് ചെയ്യുന്ന നേതാക്കൾക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്ന തരത്തിലുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. രക്തസാക്ഷി ഫണ്ട്, കെട്ടിട നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയുടെ കണക്കുകൾ കൃത്യമായി പുസ്തകത്തിലുണ്ട്. ധനാപഹരണം മറച്ചുവെക്കാൻ വ്യാജ റെസീറ്റ് അച്ചടിച്ചെന്നും രക്തസാക്ഷി ഫണ്ടിലും കെട്ടിട നിർമ്മാണത്തിലും മാത്രം പാർട്ടിക്ക് നഷ്ടം 51.22 ലക്ഷം രൂപയെന്നും പുസ്തകത്തിൽ പറയുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, വലിയ വിമർശനം, അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് പുസ്തകത്തിലുള്ളത് അല്ലേ? പ്രത്യേകിച്ച് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട്, ധന അപഹരണവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതാക്കളെ, വി മധുസൂദനനടക്കമുള്ള നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുന്നു. അതിലുപരിയായി മുഖ്യമന്ത്രിയെയും കണക്കറ്റ് വിമർശിക്കുന്നുണ്ട് ഈ ഒരു പുസ്തകത്തിൽ അല്ലേ? തീർച്ചയായും KP, നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം അല്പസമയം മുമ്പാണ് കണ്ണൂർ പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിൽ വെച്ച് ജോസഫ് സി മാത്യു പ്രകാശനം നിർവഹിച്ചത്. ഈ പുസ്തകത്തിലാണ് രൂക്ഷ വിമർശനം ഓരോ കണക്കുകളായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിമർശനങ്ങളുണ്ട്. ജില്ലാ സമ്മേളനത്തിൽ പയ്യന്നൂരിലെ പ്രശ്നങ്ങൾ ചർച്ചയായിരുന്നു. അന്ന് ഈ കാര്യങ്ങൾ താൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ ഉന്നയിച്ചതാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, നേതാവ് രൂപപ്പെടുന്നത് നിരവധി വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ്. അതിനാൽ പ്രശ്നങ്ങളെ അവധാനതയോടെ സമീപിക്കണമെന്നാണ് പറഞ്ഞത്. ഇതോടെ തെറ്റ് ചെയ്യുന്ന നേതാക്കൾക്കെതിരെ നടപടി എടുക്കില്ല എന്നൊരു ബോധ്യം തനിക്ക് ഉണ്ടായി എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തക വേളയിൽ നടത്തിയ പ്രസംഗത്തിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് KP മധു എന്ന മുൻ ഏരിയ സെക്രട്ടറി രക്തസാക്ഷി ഫണ്ട് കട്ടു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. തനിക്കെതിരെ നടപടിയെടുക്കാൻ, കേസ് കൊടുക്കാൻ അവർ തയ്യാറാകട്ടെ എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, TI മധുസൂദനെതിരെ താൻ ഉയർത്തിയ വാദങ്ങളെല്ലാം ശരിയാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന സംവാദത്തിന് താൻ അവരോട് പറയുകയാണ്. അതിന് തനിക്ക് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങളോ മറ്റോ എല്ലാ കണക്കുകളും തനിക്ക് മനഃപ്പാടമാണ് എന്നും വി കുഞ്ഞികൃഷ്ണൻ മിഥുൻ, ഏറെ ശ്രദ്ധേയമാകുന്നതിൽ ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനം ഈ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത് പാർട്ടിയുടെ തട്ടകത്തിലാണ്, നഗരമധ്യത്തിൽ നിന്നാണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. അവിടെ ഇതിന് സാക്ഷ്യം വഹിക്കാൻ ഈ വിലക്കുകൾ മറികടന്ന്, പാർട്ടിയുടെ ഭീഷണി മറികടന്ന് നിരവധി പ്രവർത്തകരാണ് എത്തിയത് അല്ലേ? KP കനത്ത സുരക്ഷയിലാണ് ഈ ഒരു പരിപാടി നടത്തിയത്. മാത്രമല്ല, പാർട്ടിയുടെ വിലക്ക് പോലും മറികടന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടി നടന്ന പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിലേക്ക് എത്തിയത്. ആളുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ എത്തി. വലിയ വിജയമാകുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. കുഞ്ഞികൃഷ്ണനെ കേൾക്കാനും പുസ്തകം വാങ്ങാനുമായി വലിയ തിക്കും തിരക്കും തന്നെ നമുക്കവിടെ ദൃശ്യങ്ങളിലടക്കം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, നേതൃത്വത്തിനെതിരെ തുറന്ന് അടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിമർശനം ഉന്നയിക്കുന്നവരെ പ്രത്യേക കണ്ണിലൂടെ നോക്കിക്കാണുന്ന നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. വിമർശനം ഉന്നയിച്ചാൽ വിരോധം വെച്ച് പുലർത്തുകയാണ്. ഇത് പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് വി കുഞ്ഞികൃഷ്ണൻ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ആശയപരമായ ഒരു വിയോജിപ്പും താൻ പ്രകടിപ്പിച്ചിട്ടില്ല. സാമ്പത്തികം മാത്രമാണ് പ്രശ്നമെന്നും കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പറയാമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. പറഞ്ഞാൽ നല്ലത്. രക്തസാക്ഷി ഫണ്ട് പോലും അപഹരിക്കാൻ സന്നദ്ധമായി എന്നത് വലിയ നാണക്കേട് തന്നെയാണ്. അവർ എങ്ങനെയാണ് ഈ പാർട്ടിയെ നയിക്കുക എന്ന് കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കുകയല്ലേ പാർട്ടി ചെയ്യേണ്ടത്? അവരെ സംരക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ പാർട്ടിയെ ആര് രക്ഷിക്കുമെന്നും കുഞ്ഞികൃഷ്ണൻ തന്റെ പ്രസംഗത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയങ്ങൾ, കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലെയും പ്രസംഗത്തിലെയും വിഷയങ്ങൾ വരും ദിവസങ്ങളിലും പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായി മാറാൻ തന്നെയാണ് സാധ്യത. KP, ശരി, അത് തന്നെയാണ്. അതിരൂക്ഷമായ ഭാഷയിലാണ് വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ വിമർശിക്കുന്നത് നേതൃത്വത്തെ, നേതൃത്വത്തിൻ്റെ ചെയ്തികളെ. സാധാരണക്കാരായ അണികൾ അവിടത്തേക്ക്, പയ്യന്നൂരിലേക്ക്, ഗാന്ധി പാർക്കിലേക്ക്, നഗരമധ്യത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.